നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. സഭാംഗങ്ങളും ക്ഷമയും. തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 35 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അപ്പോൾ പത്രോസ് അവൻ്റെ അടുക്കൽ വന്ന്, കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. യേശു അവനോട്, 7 വട്ടമല്ല, 70 വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നുവെന്ന് പറഞ്ഞു. സ്വർഗരാജ്യം തൻ്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശം. അവൻ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ 10,000 താലന്ത് കടപ്പെട്ട ഒരുത്തനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന് വീട്ടുവാൻ വകയില്ലായകയാൽ അവൻ്റെ യജമാനൻ അവനെയും ഭാര്യയെയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം വീട്ടുവാൻ കൽപ്പിച്ചു. അതുകൊണ്ട് ആ ദാസൻ വീണവന് നമസ്കരിച്ചു. യജമാനനെ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ സകലവും തന്നു തീർക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ദാസന്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയച്ച് കടവും ഇളച്ചു കൊടുത്തു. ആ ദാസൻ പോകുമ്പോൾ തനിക്ക് 100 വെള്ളിക്കാശ് കടംപെട്ട ഒരു കൂട്ടുദാസനെ കണ്ട് തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി, നിന്റെ കടം തീർക്ക എന്ന് പറഞ്ഞു. അവൻ്റെ കൂട്ടുദാസൻ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ തന്നു തീർക്കാം എന്നവനോട് അപേക്ഷിച്ചു. എന്നാൽ അവൻ മനസ്സില്ലാതെ ഉടനെ ചെന്ന് കടം വീട്ടുവോളും അവനെ തടവിൽ ആക്കിച്ചു. ഈ സംഭവിച്ചത് അവൻ്റെ കൂട്ടുദാസന്മാർ കണ്ടിട്ട് വളരെ ദുഃഖിച്ച് ചെന്ന് സംഭവിച്ചതൊക്കെയും യജമാനെ ബോധിപ്പിച്ചു. യജമാൻ അവനെ വിളിച്ചു, ദുഷ്ടദാസനെ, നീ എന്നോട് അപേക്ഷിക്കയാൽ ഞാൻ ആ കടമൊക്കെയും ഇളച്ചു തന്നുവല്ലോ. എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. അങ്ങനെ യജമാനൻ കോപിച്ചു. അവൻ കടമൊക്കെയും തീർക്കുവോളും അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിലേൽപ്പിച്ചു. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗ്ഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. ക്ഷമയെക്കുറിച്ചുള്ള ഈ പാഠം യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ചത് പത്രോസിൻ്റെ ഒരു ചോദ്യത്തിൻ്റെ സമയത്താണ്. പത്രോസ് ചോദിച്ചത്, സഹോദരൻ എന്നോട് തെറ്റ് ചെയ്താൽ ഞാൻ അവനോട് എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 വട്ടം മതിയോ? 7 എന്നുള്ളത് ബൈബിളിനെ സംബന്ധിച്ച ഒരു പൂർണ്ണസംഖ്യയാണ്. അപ്പോൾ യേശു പറഞ്ഞത് 7 അല്ല, 7 70 എന്ന് പറഞ്ഞാൽ 490. അതിൻ്റെ അർത്ഥം കണക്കൊന്നും നോക്കണ്ട, നീ ക്ഷമിച്ചുകൊണ്ടേ ഇരിക്കുക എന്നാണ്. തുടർന്ന് യേശു ഒരു ഉപമ പറയുകയാണ്. ഒരു രാജാവിന് ദാസന്മാർ കടം കൊടുക്കാറുണ്ടായിരുന്നു. അവരുടെ കണക്ക് തീർക്കുവാനായിട്ട് ക്ഷണിച്ചു. ഒരുത്തന് 10,000 താലന്താണ് കടംപെട്ടിരിക്കുന്നത്. ഒരു താലന്ത് എന്ന് പറയുന്നത് ഒരു ചുമട് ഖനമുള്ള വെള്ളി നാണയങ്ങളാണ്. അങ്ങനെയുള്ള 10,000 ചുമട് വെള്ളി നാണയങ്ങൾ ഇവൻ കടപ്പെട്ടിരിക്കുകയാണ്. അത് വലിയ സംഖ്യയാണ്, കോടിക്കണക്കിന് രൂപ എന്ന് പറയാം ഇന്നത്തെ നിലയിൽ. യജമാനൻ പറഞ്ഞു, നിന്റെ ഭാര്യയെയും നിന്റെ മക്കളെയും നിനക്കുള്ളതിനെയൊക്കെ വിറ്റ് നീ കടം വീട്ടുക. അപ്പോൾ ഈ കടക്കാരൻ താണു വീണ് ക്ഷമയാചിച്ചു. മനസ്സലിന് യജമാനൻ എല്ലാം ഇളച്ചു കൊടുത്തു. ആ ഇളച്ചു കിട്ടിയവൻ പോകുന്ന വഴിക്ക് 100 വെള്ളിക്കാശ് അവനോട് കടപ്പെട്ട ഒരാളെ കണ്ടു. അവൻ്റെ കഴുത്തിന് പിടിച്ച് ഞെക്കിക്കൊണ്ട്, കാശ് വയ്യിട എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞ്, ഞാൻ തന്നു തീർക്കാം. പക്ഷെ ഒരു മനസ്സിലും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, അവൻ കേസ് കൊടുത്ത് ഇവനെ തടവിലാക്കിച്ചു. ഇത് മറ്റ് ദാസന്മാർ കേട്ടിട്ട് അവർക്ക് വിഷമം തോന്നി. അവർ യജമാനെ അറിയിച്ചു. യജമാനെ അവനെ വിളിച്ചു, നീ എന്നോട് എത്രയാണ് കടപ്പെട്ടിരുന്നത്? 10,000 താലന്ത്. മറ്റവനെത്രയാണ്? 100 വെള്ളിക്കാശ്. അജഗജാന്തരം, ഭയങ്കര വ്യത്യാസം. ഞാൻ ഇത്രയും ഭീമമായ സംഖ്യ നിനക്ക് ഇളച്ചു തന്നു. നീ നിന്റെ കൂട്ടുദാസനോട് അതുപോലെ കരുണ കാണിക്കേണ്ടതല്ലായിരുന്നു? നീ അവനെ ഉപദ്രവിച്ചു എന്ന് മാത്രമല്ല, തടവിലാക്കുകയും ചെയ്തു, കേസ് കൊടുത്തു. അതുകൊണ്ട് ഞാനും നിന്നെ തടവിലാക്കുന്നു. ആ പണം തന്നു തീരുവോളം നീ തടവിൽ കിടക്കുക.
യേശു പറയുകയാണ്, നിങ്ങളും കൂട്ടുദാസന്മാരോട് അല്ലെങ്കിൽ സഹോദരന്മാരോട് ഇങ്ങനെ വേണം എന്ന് പറഞ്ഞാൽ, ദൈവം നമ്മോട് ക്ഷമിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കണക്കില്ലാത്ത പാപങ്ങളാണ് ദൈവം നമ്മോട് ക്ഷമിച്ചത്. അതുകൊണ്ട് ആ ഒരു ദൈവത്തിൻ്റെ സ്വഭാവം നമ്മൾ വെളിപ്പെടുത്തണം. നാമും മറ്റുള്ളവരോട് ക്ഷമിക്കണം. ചില ആൾ വിചാരിക്കുന്നത് തെറ്റ് ചെയ്തവരോടൊക്കെ ക്ഷമിച്ചാൽ സ്വർഗം കിട്ടുമെന്നാണ്. ഇത് സാധാരണ മനുഷ്യരുടെ കാര്യമല്ല. യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ ദൈവസഭയുടെ അംഗങ്ങളായി തീർന്ന യഥാർത്ഥ ക്രിസ്തു ശിഷ്യന്മാരുടെ കാര്യമാണ്. അവർക്കും തെറ്റുപറ്റാം. അങ്ങനെ തെറ്റുപറ്റിയാൽ അവർ നമ്മോട് നേരിട്ട് ക്ഷമയാചിക്കുന്ന പക്ഷം ക്ഷമിച്ചു കൊടുക്കണം. 1 പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 7 പ്രാവശ്യമല്ല, കണക്കില്ലാതെ നാം ക്ഷമിക്കണം. കാരണം നമ്മുടെ പാപങ്ങളെ, നരകയോഗ്യരായിരുന്ന നമ്മുടെ പാപങ്ങളെ ദൈവം ഒരിക്കൽ ക്ഷമിക്കുക മാത്രമല്ല, പിന്നെയും നമ്മുടെ ഭാഗത്തുള്ള കുറ്റങ്ങളും കുറവുകളും ദൈവം ക്ഷമിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ മനോഭാവം നമ്മൾ കാണിക്കണം. ഇംഗ്ലീഷിൽ പറയാറുണ്ട്, ഗോഡ് ഗിവ്സ് 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 ആൻഡ് ഫോർഗിവ്സ്. മാൻ ഗെറ്റ്സ് 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 ആൻഡ് ഫോർഗെറ്റ്സ്. ദൈവം നമുക്ക് തരികയും 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 ചെയ്ത് അവസാനം ക്ഷമിക്കുകയും ചെയ്യുന്നു. മനുഷ്യൻ സ്വീകരിക്കുകയും 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 എല്ലാം മറക്കുകയും ചെയ്യുന്നു. അതുണ്ടാകാൻ പാടില്ല. തീർച്ചയായിട്ടും ദൈവം നമ്മളോട് ക്ഷമിച്ചതിനനുസരിച്ച് ദൈവത്തോടൊന്നും ചെയ്തില്ലെങ്കിലും മറ്റുള്ളവരോട് ക്ഷമിക്കാൻ നമുക്ക് സാധിക്കണം. ദൈവം നമ്മോട് ക്ഷമിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ പെരുമാറ്റം എങ്ങനെയാണ് എന്ന് ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെ സംഭവിച്ചത്, ക്ഷമിക്കാത്ത ഈ മനുഷ്യനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കൂട്ടത്തിലാക്കി. ഒരുപക്ഷെ നമ്മിൽ പലരും ഇന്ന് പലവിധമായ ദണ്ഡനത്തിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു പക്ഷേ നമ്മുടെ ഭാഗത്തുള്ള ക്ഷമയുടെ കുറവ് കൊണ്ട് ആയിക്കൂടാ എന്നില്ല. അതുകൊണ്ട് നമ്മെ തന്നെ ഒരു ആത്മപരിശോധന ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. സഭാംഗങ്ങളോട് യാതൊരു കയ്പും യാതൊരു പകയും വെച്ചുകൊണ്ടിരിക്കുവാൻ ഇടയാകരുത്. ദൈവം എന്നോട് ക്ഷമിച്ചത് കണക്കില്ലാത്ത പാപങ്ങളാണ്. അതുകൊണ്ട് എന്നോട് ആളുകൾ കടംപെട്ടിരിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ക്ഷമിച്ച് അങ്ങനെ ദൈവത്തിൻ്റെ സ്വഭാവം ഞാൻ വെളിപ്പെടുത്തും എന്നൊരു തീരുമാനമെടുക്കുവാൻ നമുക്കിടയാകട്ടെ. അങ്ങനെ ആയാൽ ഒരിക്കലും ദൈവം നമ്മെ ദണ്ഡിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ ഏൽപ്പിക്കുകയില്ല എന്നുള്ള ഒരു പാഠവും നമുക്കിവിടെ പഠിക്കാൻ സാധിക്കും. കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.